ഹലോ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയടയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം. നല്ല മധുരമുണ്ടല്ലേ? സൂപ്പർ. ചകിനിയൊക്കെ മൊത്തം കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അതാകുമ്പോൾ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവരിത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇത് ചിരണ്ടി എടുക്കാം. നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്തെടുക്കാം. അവിടെ ചീനിച്ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, നല്ല ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് പെരിയ ഇതിലേക്ക് ഇങ്ങനെ ഇതുണ്ടെങ്കിലേ നമ്മുടെ അട കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. അതെ, കിടോ എന്നൊരു സൗണ്ട് കേൾക്കത്തുള്ളൂ കഴിക്കുമ്പോൾ. ഇത് നന്നായിട്ട് ഫ്രൈ ആയി എടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനി ചക്ക, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ചക്ക ഇറക്കി കൊടുക്കും. നല്ല പോലെ നമ്മുടെ ചക്ക അലുവ ഉണ്ടാക്കില്ല, അതിൻ്റെ ഒരു രീതിയിൽ തന്നെ ഇതിങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തിലേക്ക് ഇനി ശർക്കര, ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ആവശ്യത്തിന് ഏലക്ക. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ, ചിരവി വെച്ച തേങ്ങ, 2 തേങ്ങ ഫുള്ള് ചിരവി വെച്ചിട്ടുണ്ട്. മൊത്തമായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വാങ്ങി വെക്കാം. ഇനി ഇഡ്ഡലിക്കുട്ടാൻ വെക്കാം. ഇതൊന്ന് വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അട പരത്തിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക നന്നായിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലപോലെ ഫില്ല് ചെയ്ത് സൂപ്പറായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ അട ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നല്ല ശേഷം പതിയെ വാങ്ങി ലെയർ കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ. ഓക്കെ, കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റാം. സൂര്യൻ ഡ്യൂട്ടി കഴിഞ്ഞ് കയറി പോയതുകൊണ്ട് വെട്ടമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള അടയൊക്കെ നമ്മൾ വീടിൻ്റെ അതിൽ ഉണ്ടാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ച അടയെല്ലാം നമുക്ക് എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാം. ബാക്കി വീട്ടിൽ ചെന്നിട്ട് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ബാക്കി അടയെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ച് നല്ല സൂപ്പറായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കി, എവിടെ കഴിച്ചു നോക്കി. സെൻറ്റർ തന്നെ ഞാൻ എടുക്കാം. ആ ചക്കയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? സാധനം എന്തായാലും സൂപ്പറാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.